ബിഗ് ബോസ് മലയാളം സീസൺ 6നെ സംബന്ധിച്ച് എല്ലായ്പ്പോഴും വിമർശിക്കപ്പെടുകയും ആഘോഷിക്കപ്പെടുകയും ചെയ്ത രണ്ട് കോംബോകളാണ് ഉണ്ടായിരുന്നത്. ജാസ്മിൻ ഗബ്രി കോംബോയും ശ്രീതു അർജുൻ കോംബോയും. ജാസ്മിന്റെയും ഗബ്രിയുടെയും കാര്യത്തിൽ ബിഗ് ബോസിന് അകത്തും പുറത്തും നിരവധി വിവാദങ്ങളും വഴിത്തിരിവുകളും സൃഷ്ടിക്കപ്പെട്ടെങ്കിൽ ശ്രീതുവിന്റെയും അർജുന്റെയും കാര്യത്തിൽ ഇത് നേരെ തിരിച്ചായിരുന്നു. അവരുടെ കോംബോ പരമാവധി അവർക്കുള്ളിൽ തന്നെ ഒതുങ്ങി നിന്നു. ജാസ്മിൻ ഗബ്രി കോംബോ പോലെ തന്നെ അല്ലെങ്കിൽ വേറൊരു തരത്തിൽ ആർക്കും ഒരു വ്യക്തത വരുത്താത്ത ഗെയിമായിരുന്നു ശ്രീതുവിന്റെയും അർജുന്റെയും. എന്നാൽ ഇതെല്ലാം കൃത്യമായി ഇവരുടെ ഗെയിം ആയിരുന്നോ എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു ഇന്നലെ ബിഗ് ബോസ് വീട്ടിൽ നടന്ന കാര്യങ്ങൾ. മിഡ് വീക്ക് എവിക്ഷനിലൂടെ ശ്രീതു പുറത്താക്കപ്പെടുന്നതിന് തൊട്ടു മുന്നേയുള്ള സമയത്ത് അർജുൻ ഫേക്ക് അല്ലേ എന്ന് ചിരിച്ചുകൊണ്ടാണെങ്കിലും ശ്രീതു മുഖത്ത് നോക്കി ചോദിച്ചു എന്നതാണ് ശ്രദ്ധേയം. മുൻ മത്സരാർത്ഥികളുടെ റീ എൻട്രിയുടെ ഭാഗമായി വന്ന ശരണ്യയുടെ ഭാഗത്തു നിന്നും പുറത്ത് അമ്മയുടെ റെസ്പോൺസ് എന്താണെന്ന് ശ്രീതു അറിഞ്ഞതു മുതൽ ശ്രീതു ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. പിന്നീട് ശരണ്യ അർജുനോടും ശ്രീതുവിനോടും ഇതിനെപ്പറ്റി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ സമയത്ത് അർജുൻ എന്തിനാണ് ഇതൊക്കെ ശ്രീതുവിനോട് പറഞ്ഞതെന്നും ശരണ്യയോട് ചോദിക്കുന്നുണ്ട്. കൂടാതെ ശ്രീതുവിനോട് ശരണ്യ ആദ്യം മുതലേ ഞാൻ നിന്നെ ഇതിൽ നിന്നും വിലക്കണമായിരുന്നു എന്നും പറയുന്നുണ്ട്. പൊതുവെ ശ്രീതു വിഷമിച്ചിരിക്കാറുള്ള സമയത്ത് അർജുൻ സമാധാനിപ്പിക്കാനായിട്ട് പോവാറുണ്ട്. ഇതേ സന്ദർഭത്തിൽ ശ്രീതുവും അർജുനും തമ്മിൽ സംസാരിച്ച ചില കാര്യങ്ങളാണ് ഇപ്പോൾ മറ്റുള്ള മത്സരാർത്ഥികളുടെ ആരാധകരടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അർജുന് നെഗറ്റീവായിട്ട് പരത്തുന്നത്. അർജുൻ ഫേക്ക് ആണ്, എല്ലാം അഭിനയമാണ്, ക്യാമറ ഇല്ലാതെ അർജുന്റെ റിയൽ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റൂ എന്നുമാണ് ശ്രീതു അർജുനോട് പറയുന്നത്. ഷോ കഴിഞ്ഞിട്ട് ബിഗ് ബോസിന്റെ ഗേറ്റിനപ്പുറത്ത് അർജുന്റെ സ്വഭാവം എന്താണെന്ന് എനിക്ക് വ്യക്തമായി അറിയണമെന്നും ശ്രീതു ആവശ്യപ്പെടുന്നുണ്ട്. ബിഗ് ബോസിന് അകത്തെയും പുറത്തെയും അർജുൻ ഒന്നാണെന്നും ഒരു പാവം പയ്യനെ നീ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നുമായിരുന്നു തമാശ എന്ന രീതിയിൽ പോലും അർജുന്റെ മറുപടി. കാണുന്നവർക്കറിയില്ലല്ലോ ഇവിടെ അർജുൻ കാണിക്കുന്നതെന്നും ഈ കാണുന്നത് കൺട്രോൾഡ് ആയിട്ടുള്ള അർജുൻ ആണെന്നും ഇതിനു വേണ്ടി എന്ത് ക്ലാസ് ആണ് എടുത്തതെന്നും കൂടെ ശ്രീതു ചോദിക്കുന്നത് പ്രേക്ഷകരിൽ പലതരത്തിലുള്ള ഉത്കണ്ഠകളും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഈ സമയത്ത് അർജുനും തിരിച്ചൊരു കൊട്ട് ശ്രീതുവിന് കൊടുക്കുന്നുണ്ട്. 25 വയസ്സായിട്ടും എന്ത് കോൺട്രിബ്യൂഷൻ ആണ് ബിഗ് ബോസിൽ കൊടുത്തതെന്നായിരുന്നു അർജുന്റെ ചോദ്യം. അതേസമയം ആളുകളെ പറ്റിക്കാൻ വേണ്ടി സൃഷ്ടിച്ച കോംബോയായിരുന്നു ഇവരുടേതെന്നും പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നു. ശ്രീതുവിന്റെ പുറത്താക്കലിന്റെ വാർത്തകൾ വന്ന സമയത്ത് ഇത് ഏറ്റവും കൂടുതൽ ഗുണം ചെയ്യുക അർജുനാണെന്ന് പ്രേക്ഷകർ വിലയിരുത്തിയിരുന്നു. ശ്രീതുവിന് ലഭിക്കേണ്ട വോട്ട് അർജുന് ലഭിക്കുകയും അത് അദ്ദേഹത്തിന് ഫൈനലിൽ വലിയ മുന്നേറ്റം നൽകുമെന്നും പ്രേക്ഷകർ പറഞ്ഞിരുന്നു. സീസണിൽ തന്നെ അവസാന നിമിഷം വലിയ മുന്നേറ്റമുണ്ടാക്കിയ താരമായിരുന്നു അർജുൻ. നിലവിലെ സാഹചര്യത്തിൽ അതൊരു പക്ഷേ കപ്പടിക്കുന്നതിലേക്ക് വരെ എത്തിയേക്കാമെന്നും പ്രേക്ഷകർ പ്രതീക്ഷിച്ചിരുന്നു. ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പോലും ഋഷിയും ജിൻഡോയും ഇത്തരത്തിൽ ഒരു ചർച്ച നടത്തിയിരുന്നു. 4ാമത്തെ സീസണിൽ റോബിൻ പുറത്തായപ്പോൾ റോബിന്റെ വോട്ട് മാത്രം കൊണ്ട് ദിൽഷ ജയിച്ചു എന്നുള്ള അഭിപ്രായം കണക്കിലെടുത്താണ് ജിൻഡോ സംസാരിച്ചത് എന്ന് വ്യക്തമാണ്. ശ്രീതുവിന്റെ ഫാൻസിന്റെ വോട്ട് കൂടി അർജുൻ നേടിയെടുത്താൽ കഷ്ടപ്പെട്ട് ഇത്ര കളിച്ചവരൊക്കെ മണ്ടന്മാരാണോ എന്നും അവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ എപ്പിസോഡ് ടെലികാസ്റ്റ് ചെയ്തതിനു ശേഷം കാര്യങ്ങൾ മാറി മറിയുകയാണ്. ശ്രീതുവിന്റെ ചില സംഭാഷണങ്ങൾ അർജുന്റെ ഇമേജിനെ തന്നെ ബാധിക്കുമെന്ന് കരുതുന്നവർ പോലും ഏറെയുണ്ട്. അൺഫെയർ എവിക്ഷൻ എന്ന് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ മുദ്ര കുത്തിയ സിജോയെ പുറത്താക്കിയതടക്കം അർജുന് വോട്ട് കിട്ടാൻ വേണ്ടിയായിരുന്നു എന്നും ബിഗ് ബോസ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഈ അവസാന നിമിഷത്തിൽ ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നത് മത്സരാർത്ഥികൾക്ക് ദോഷമാവാനുള്ള സാധ്യതകൾ ഏറെയാണ്.